Good morning, students. In the previous class, we have discussed what is solute, solvent and solution. I will conclude once again. What is a solute? Solute means a substance dissolves is known as solute and solute dissolves is known as solvent. So what is solution? Solution എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി മിക്സ് ചെയ്തതിനെ നമുക്ക് എന്ത് പറയാം? സൊല്യൂഷൻ. സോ വാട്ട് ഈസ് സൊല്യൂഷൻ? ഒരു ഷുഗർ സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന സൊല്യൂട്ടും വാട്ടർ എന്ന് പറയുന്ന സോൾവെൻറ്റും കൂടി നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടാബുലാർ കോളം കൂടി നിങ്ങൾക്ക് നോക്കാനുണ്ട്. നിങ്ങൾ ഈ ടാബുലാർ കോളത്തിലേക്ക് നോക്കുക. അതിൽ സോൾവെൻറ്റ്, കുറച്ച് സോൾവെൻറ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വാട്ടർ, കൊക്കനട്ട് ഓയിൽ, കെരോസിൻ. പിന്നെ സൊല്യൂട്ടാണ് ഏതൊക്കെ? ഷുഗർ, സാൾട്ട്, ബ്ലൂ വെട്രിയോൾ. ബ്ലൂ വെട്രിയോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. നമ്മൾ ആ ബ്ലൂ കളറിൽ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലേ, അതാണ്. ജാഗറി എന്ന് പറഞ്ഞാൽ ശർക്കര, ഷുഗർ ക്യാൻഡി എന്ന് വെച്ചാൽ പഞ്ചസാര മിഠായി, ദെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഈ ഷുഗർ എന്ന് പറയുന്ന സാധനം വാട്ടറിൽ ഡിസോൾവ് ആകുമോ ഇല്ലയോ? ഡിസോൾവ് ആകും. സാൾട്ടും വാട്ടറിൽ ഡിസോൾവ് ആകും. ബ്ലൂ വെട്രിയോളും വാട്ടറിൽ ഡിസോൾവ് ആകും. ജാഗറി ഡിസോൾവ് ആകും. ഷുഗർ ക്യാൻഡി ഡിസോൾവ് ആകും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡിസോൾവ് ആകും. അതാണ് മിസ് ടിക്കിട്ടേക്കുന്നത്. ഇനി കോക്കനട്ട് ഓയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലിൽ ഷുഗർ ഡിസോൾവ് ആകുമോ? ഇല്ല. സാൾട്ട് ഡിസോൾവ് ആവില്ല. ബ്ലൂ വെട്ട്, ഇതൊന്നും കോക്കനട്ട് ഓയിലിൽ ഡിസോൾവ് ആവില്ല. ദെൻ കെരോസിൻ എടുത്താൽ കെരോസിനിൽ ഷുഗറും സാൾട്ടും ബ്ലൂ വിട്രിയോളും ജാഗറി ഒന്നും ഡിസോൾവ് ആകില്ല. ഓക്കെ, അപ്പോൾ ആ ടാബുലാർ കോളാണ് നിങ്ങൾ കാണുന്നത്. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരുന്നു ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, സോഡ വാട്ടർ. ഇതെല്ലാം വാട്ടറിൽ എന്താകുന്നുണ്ട്? ഡിസോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വാട്ടറിനെ എന്ത് വിളിക്കാം? വാട്ടർ ഈസ് എ സോൾവെന്റ് വിച്ച് ഡിസോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസസ്. ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. നമുക്ക് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടായിരുന്നു? വാട്ടറിൽ ഒരുപാട് സബ്സ്റ്റൻസുകൾ ഡിസോൾവ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് ഈ പിക്ചറിലേക്കൊന്ന് നോക്കിക്കേ. ഇതിലെന്താ കാണുന്നത്? രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഈക്വൽ സൈസിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ട് അത് രണ്ടിലും ഈക്വലായിട്ട് വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടിൻ്റെയും സൈഡിൽ കൂടി ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് വെക്കുന്ന പിക്ചറാണ് നിങ്ങളിതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ മിസ്സ് പറയുന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൊടുത്തേക്കുന്നത് നിങ്ങൾ വായിച്ച് നോക്കണം, ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് രണ്ടിലും വാട്ടർ ഫില്ല് ചെയ്തിട്ട് ഒരു ഹോളിൽ കണക്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് കണക്ട് ചെയ്ത പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു വാട്ടറിൻ്റെ വെള്ളം കളയുക. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രണ്ട് ബോട്ടിലുണ്ട്, ഏതെങ്കിലും ഒരു ബോട്ടിൽ നിന്നും ഹോൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വാട്ടർ കുറച്ച് റിമൂവ് ചെയ്ത് കളയണം ഒരു ബോട്ടിൽ നിന്നും. അപ്പോൾ റൈറ്റ് സൈഡിലെയാണ് നിങ്ങൾ ബോട്ടിൽ നിന്നാണ് നിങ്ങൾ വാട്ടർ കളയുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ബോട്ടിൽ നിന്നും ആ പൈപ്പിലൂടെ വാട്ടർ ഒഴുകി എവിടെ എത്തും? റൈറ്റ് സൈഡിലെത്തും. നിങ്ങൾ എവിടെ നിന്നാണോ വാട്ടർ ഒഴിവാക്കിയത് ആ സ്ഥലത്തേക്ക് റൈറ്റ് സൈഡിൽ നിന്നും വാട്ടർ പൈപ്പിലൂടെ ഒഴുകി രണ്ട് ബോട്ടിലെയും വാട്ടർ ഒരേപോലെ ആയി മാറും. അതായത് നിങ്ങൾ ഏത് രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയാലും രണ്ടും ഈക്വലായിട്ട് വാട്ടർ വെച്ചിട്ട് അതിനൊരു ചെറിയൊരു പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ നിന്ന് വാട്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്നും വാട്ടർ ഒഴുകിയിട്ട് വെള്ളം കുറവുള്ള സ്ഥലത്ത് വന്നിട്ട് രണ്ട് സൈഡിലെയും വാട്ടർ ഈക്വലാകും. എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ആ ലെവൽ എന്ത് ചെയ്യും? വാട്ടർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ വേറൊരു പ്രോപ്പർട്ടി കൂടി നമ്മളിന്ന് പഠിച്ചു. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. വാട്ടറിന് എന്തുണ്ട്? അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? ഈ എക്സ്പെരിമെൻ്റ് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. അതിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. വാട്ടറിന് അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഈസ് കളക്ടിങ് ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ പർപ്പസസ്. It results in the depletion of water level. This leads to the fall of water level in wells in the neighborhood. ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ വല്ല ഇൻഡസ്ട്രികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിലൊക്കെ എന്ത് വേണം? ഒരുപാട് വാട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ
ആ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഭൂഗർഭജലം. അവർ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഭൂഗർഭജലം കുഴൽക്കിണറൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് പറ്റും, ആ ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി ഉള്ള അയൽവക്കത്തെ വീടുകളിലെ കിണറിലെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറയുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടായിരിക്കും? അത് ഇവിടെ നടക്കുന്ന നിങ്ങളിപ്പോൾ പഠിച്ച ഈ ഒരു മെത്തേഡാണ്. അതായത് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. വാട്ടർ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് വാട്ടർ കുറഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളമുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയും. കാരണം ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് വെള്ളം ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഒരുപാട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ കുറയുവാണ്. അപ്പോൾ നമ്മുടെ കിണറുകളിൽ നിന്നുള്ള വാട്ടർ എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. അതാണ് നമ്മൾ പഠിച്ച വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഒരുപാട് വാട്ടർ യൂസ് ചെയ്താൽ എന്ത് പറ്റും, നമ്മുടെ വെൽസിലെ കിണറുകളിലെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റൻസസ് ദാറ്റ് സിങ്ക് ആൻഡ് ദോസ് വിച്ച് ഫ്ലോട്ട്. കുറച്ച് സാധനങ്ങൾ നമുക്കറിയാം വാട്ടറിൽ പൊങ്ങിക്കിടക്കും അല്ലേ. ചില സാധനങ്ങളാണെങ്കിലോ വാട്ടറിൽ താന്നു പോകും. ഇപ്പോൾ നമ്മളൊരു തടിക്കഷ്ണം, നല്ല കനമുള്ളൊരു തടിക്കഷ്ണമാണ് വാട്ടറിലേക്ക് നമ്മൾ ഇടുന്നതെങ്കിൽ എന്ത് പറ്റും, ആ തടിക്കഷ്ണത്തിന് എന്തുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ സാധനം എന്ത് ചെയ്യും, വെള്ളത്തിലേക്ക് താന്നു പോകും. അതേസമയം നിങ്ങളൊരു പേപ്പർ ചുരുട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ കടലാസൊക്കെയാണ് വാട്ടറിലിടുന്നതെങ്കിലോ അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അതേസമയം കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് ബോൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, വാട്ടറിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത് കൊണ്ട്, വാട്ടറിൽ സിങ്ക് ചെയ്യുന്നത് കൊണ്ട്, സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടറിൽ താന്നു പോവുക. ഫ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, വാട്ടറിൽ പൊങ്ങിക്കിടക്കുക. അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു ടാബുലാർ കോളം നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതൊരു ഹോംവർക്കായിട്ട് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തന്നെ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ, വാട്ടറിൽ പൊങ്ങിക്കിടക്കുന്നതും ഒബ്ജക്റ്റ് ദാറ്റ് ഓൺ സിങ്ക് ഓൺ വാട്ടർ, വാട്ടറിൽ സിങ്ക് ചെയ്ത് പോകുന്നതും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വാട്ടറിനെയൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ലിക്വിഡുകളെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ റേഷൻ കടയിലൊക്കെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കെരോസിനൊക്കെ വാങ്ങാറുണ്ട് അല്ലേ. കെരോസിനൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നമ്മൾ എന്താ പറയുക റൈസും ഷുഗറൊക്കെ വാങ്ങുന്ന പോലെ ആ ത്രാസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തൂക്കിയിട്ടാണ് അല്ല, അവരെന്ത് ചെയ്യും, ഒരു മെഷറിങ് സിലിണ്ടർ ഉപയോഗിച്ച് അല്ലേ, ഈ പിക്ചറിൽ കാണുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരു ചെവിയൊക്കെയുള്ള അല്ലെ പിടിയൊക്കെയുള്ള സാധനത്തിലാണ് വെളിച്ചെണ്ണയൊക്കെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ലിക്വിഡ്സുകളെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ യൂണിറ്റിനെ നമ്മൾ ലിറ്റേഴ്സ് എന്ന് പറയും. അതായത് കോക്കനട്ട് ഓയിൽ, കെരോസിൻ, വാട്ടർ, അതുപോലുള്ള ലിക്വിഡ് ഫോമിൽ കാണുന്ന എല്ലാത്തിനെയും നമ്മൾ മെഷർ ചെയ്യുന്നത് ലിറ്റർ എന്ന് പറയുന്ന ആ ഒരു മെഷറിങ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാബിലൊക്കെ ചെല്ലും. ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കെമിസ്ട്രി ലാബിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടാവും. അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലെ ഒരുപാട് ആസിഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ലിറ്റർ കണക്കിനൊന്നും എടുത്ത് ചെയ്യാൻ പറ്റില്ല. ചെറിയ സ്മോൾ ക്വാണ്ടിറ്റീസിലുള്ള ആസിഡുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്മോൾ ക്വാണ്ടിറ്റീസ് ഉള്ള ലിക്വിഡിലുള്ളതിനെയൊക്കെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് മില്ലി ലിറ്റേഴ്സിലാണ്. മനസ്സിലായോ? ലാർജ് ക്വാണ്ടിറ്റീസ് ഉള്ള നമ്മൾ കെരോസിൻ അതേപോലെ കോക്കനട്ട് ഓയിലൊക്കെ മെഷർ ചെയ്യുന്നത് ലിറ്റേഴ്സിലാണ്. അതേസമയം സ്മോൾ ക്വാണ്ടിറ്റീസിലുള്ള ലിക്വിഡുകൾ നമ്മൾ മെഷർ ചെയ്യുന്നത് മില്ലി ലിറ്റേഴ്സിലാണ്. ക്ലിയർ ആയോ? അപ്പോൾ കെരോസിൻ, കോക്കനട്ട് ഓയിൽ അങ്ങനെയുള്ള ലാർജ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ലിറ്റേഴ്സിലും സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ലിക്വിഡ്സിനെ മെഷർ ചെയ്യുന്നത് മില്ലി ലിറ്റേഴ്സിലുമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ വേറൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇത് കണ്ടോ? ഇതിപ്പോൾ നിങ്ങൾ എന്താ ടീച്ചറെ ബയോളജിയുടെ ഇതിലെ മാത്സ് ഒന്നും ചോദിക്കരുത്. ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാനുള്ളതൊന്നുമല്ല, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു പേപ്പർ 10x10 എല്ലാ സൈഡ്സും 10 ഉള്ള ഒരു ക്യൂബ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ക്യൂബിൻ്റെ ലെങ്ത്ത് 10 ആണ്, ബ്രെഡ്ത്ത് 10 ആണ്, ഹൈറ്റും 10 ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സൈഡും 10 ഉള്ള ഒരു ക്യൂബ് നമ്മൾ ഉണ്ടാക്കുക.
ഓക്കെ. അപ്പോൾ 10 ഇൻറ്റു 10 ഇൻറ്റു 10, 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 100, 100 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ 10 ഇൻറ്റു 10 ഇൻറ്റു 10, 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്താണ് ഈ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 ലിറ്റർ. മനസ്സിലായോ? അപ്പം ഈ ഒരു ക്യൂബിൻ്റെ ഉള്ളിൽ എത്രത്തോളം കോക്കനട്ട് ഓയിൽ കൊള്ളും എന്നുള്ളതാണ് 1 ലിറ്റർ. അപ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യൂബ് നമ്മൾ എടുത്താൽ ഈ ക്യൂബിൻ്റെ ഉള്ളിൽ ടോട്ടൽ എത്രത്തോളം ലിക്വിഡ് കൊള്ളുമോ അതാണ് എന്ത്? 1 ലിറ്റർ. ക്ലിയർ ആയോ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഈ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ നമ്മൾ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയാറില്ല, മില്ലി ലിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ഒരു മോഡേൺ ആയിട്ട് പറയുന്നതാണ് മില്ലി ലിറ്റർ അല്ലേ? മില്ലി ലിറ്റർ കേൾക്കാൻ നല്ല സുഖമുണ്ട്, മറ്റത് ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ മോഡേൺ ആയിട്ട് നമ്മൾ ക്യൂബിക് സെൻറ്റിമീറ്ററിന് പകരം മില്ലി ലിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ എത്രത്തോളം മില്ലി ലിറ്റർ ഉണ്ട്? 1000. മറക്കരുത്, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. ഹാവ് യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ദെൻ നോക്കൂ. അപ്പോൾ അതായത് ഈ ഒരു ക്യൂബിൻ്റെ ഉള്ളിൽ എത്രത്തോളം ലിക്വിഡ് കൊള്ളുമോ അതിനെ നമുക്ക് എന്ത് പറയാം? 1 ലിറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളതിന് നമ്മൾ മില്ലി ലിറ്റർ എന്നാണ് പറയണത്, അതും മറക്കരുത്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി ഡൗട്ടൊന്നുമില്ലല്ലോ ആ കാര്യത്തിൽ? ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് പിക്ചറിലേക്ക് നോക്കുക. നമുക്കറിയാം നമ്മുടെ ഗ്ലോബിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബിൽ കൂടുതലൊരു ബ്ലൂ കളറിലാണ് നമ്മൾ കാണുന്നത് അല്ലേ? നിങ്ങൾക്ക് ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? ആ ഗ്ലോബിൽ നമുക്ക് എന്താ കാണാൻ പറ്റും? ഒരു ബ്ലൂ മയമായിരിക്കും ഫുള്ളും. അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് നമ്മൾ ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഏറ്റവും കൂടുതലും എന്തായിരിക്കും? ബ്ലൂ കളറിലാണ്. അപ്പോൾ എന്താണ് ഈ ഗ്ലോബിൽ ബ്ലൂ കളറിൽ കാണുന്നത്? ഈ ഗ്ലോബിൽ ബ്ലൂ കളറിൽ കാണുന്ന പാർട്ട് നമ്മുടെ വാട്ടർ ബോഡീസാണ്, അതായത് വാട്ടർ കണ്ടൻ്റ് ആണ്. നമ്മുടെ വേൾഡിൽ 2/3 എന്ന് പറയുന്നത്, 2/3 എന്താണെന്നാണ് പറയുന്നത്? വാട്ടർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സൈഡിൽ അറബിക്കടലായിരിക്കും, മറ്റൊരു സൈഡിൽ ബംഗാൾ ഉൾക്കടലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇരിക്കുന്നത് ചുറ്റും ഒരു കടലിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങളും സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഓഷൻ്റെ സൈഡിലായിട്ടൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വേൾഡിൽ 2/3 എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. ഓക്കെ, അപ്പോൾ ബ്ലൂ കളറിൽ കാണുന്നത് നമ്മുടെ വാട്ടർ ബോഡീസാണ്, ഓഷനാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൽ ഈ ഫുള്ളി ബ്ലൂ കളറിൽ കാണുന്നത് നമ്മുടെ സീ വാട്ടറാണ്, കടൽ വാട്ടറാണ്. അതായത് ഉപ്പിൻ്റെ കണ്ടൻ്റുള്ള കടൽ വാട്ടറാണ്. അതായത് നമ്മുടെ വേൾഡിലെ 96.5% എന്താണ്? വാട്ടറാണ്. ഏത് വാട്ടറാണ്? സീ വാട്ടറാണ്. അതിൽ ഏകദേശം ഒരു 3.5% മാത്രമേ പ്യുവർ വാട്ടർ ഉള്ളൂ. മനസ്സിലായോ? 3.5. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. 96% സീ വാട്ടർ, കടൽ വാട്ടറാണ്. 3.5% മാത്രമേ എന്തുള്ളൂ? നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ ഉള്ളൂ. നമുക്ക് എവിടെ നിന്നാണ് ഈ പ്യുവർ വാട്ടർ കിട്ടുന്നത്? നമ്മുടെ വെൽസ് അല്ലേ, റിവേഴ്സ്, പോൺസ്, അതൊക്കെയാണ് നമ്മുടെ ഡ്രിങ്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിങ്കിങ് വാട്ടർ. പ്യുവർ വാട്ടർ ഓൺലി 3.5% ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ വാട്ടറൊക്കെ എന്താണ്? വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. കുടിവെള്ളം കുടിക്കാൻ മാത്രം യൂസ് ചെയ്യുക. അതുകൊണ്ട് വേറെ പരിപാടികളൊന്നും ചെയ്യരുത്. കാരണം അത്ര നമ്മുടെ ഈ വേൾഡിൽ തന്നെ ഇത്ര കുറച്ച് വാട്ടറേ നമുക്കുള്ളൂ. നാളെ ഇനിയൊരു യുദ്ധം വരും, അത് വാട്ടറിന് വേണ്ടിയുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. സോ വാട്ടർ വളരെ പ്രഷ്യസ് ആണ്, സൂക്ഷിച്ച് നമ്മൾ യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണത്? അതായത് 96% എന്താണ്? കടൽ വാട്ടറാണ്, ഉപ്പുള്ള വാട്ടറാണ്. അത് നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല. 3.5% മാത്രമേ നമുക്ക് പ്യുവർ വാട്ടർ ഉള്ളൂ. ഈ പ്യുവർ വാട്ടർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ വെൽസ്, ലേക്കുകൾ, അതുപോലെ തന്നെ റിവറുകളിൽ നിന്നെല്ലാം നമുക്ക് പ്യുവർ വാട്ടർ കിട്ടും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്?
എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ടറിൽ പൊങ്ങിക്കിടക്കുന്ന അല്ലെ ഫ്ലോട്ട് ചെയ്യുന്നതും ഫ്ലോട്ട് ചെയ്യാത്തതും ഒരു ഹോംവർക്ക് മിസ് തന്നു, അത് നിങ്ങൾ എഴുതണം. പിന്നെ ഒരുപാട് എന്താ പറയുക സൊല്യൂട്ട് വാട്ടർ എന്ന് പറയുന്ന സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയാം. പിന്നെ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. അപ്പോൾ വാട്ടർ കുറച്ച് കൊടുക്കുമ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വാട്ടർ എന്ത് ചെയ്യും, ഒഴുകി കുറവുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് വാട്ടർ അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടി മനസ്സിലാക്കി, വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ, വാട്ടർ അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, അതായത് ലിക്വിഡുകളെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ലിറ്റേഴ്സിലാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബ് നമ്മൾ ഉണ്ടാക്കിയാൽ 10 ഹൈറ്റും 10 ബ്രെഡ്ത്തും 10 ലെങ്ത്തുമുള്ള ഒരു ക്യൂബ് നമ്മൾ ഉണ്ടാക്കിയാൽ അതിൽ എത്രത്തോളം ക്വാണ്ടിറ്റി വാട്ടർ ക്വാണ്ടിറ്റി കൊള്ളുന്നുണ്ടോ അതാണ് എന്ത് 1 ലിറ്റർ എന്ന് പറയുന്നത്. 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഈ ക്യൂബിക് സെൻറ്റിമീറ്ററിന് നമ്മൾ അതിന് പകരം മില്ലി ലിറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. ലിക്വിഡ്സുകളെ നമ്മൾ മെഷർ ചെയ്യുന്നത് ലിറ്ററിലാണ്. സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ലിക്വിഡ്, ചെറിയ ക്വാണ്ടിറ്റികൾ, ആസിഡുകളൊക്കെ നമ്മൾ കുറച്ച് എടുക്കുകയുള്ളൂ. അതെങ്ങനെയുള്ള സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ലിക്വിഡ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് മില്ലി ലിറ്റേഴ്സിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു എന്ത്, നമ്മുടെ വേൾഡിൽ തന്നെ നമ്മുടെ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതലും ബ്ലൂ കളറിലാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ആ ബ്ലൂ കളറിൽ കാണുന്നത് ഫുള്ളും വാട്ടർ ബോഡീസാണ്. നമ്മുടെ വേൾഡിൻ്റെ 2/3 എന്ന് പറയുന്നത് എന്താണ്, വാട്ടറാണ്. ഓക്കെ, ദെൻ അതിൽ 96% സീ വാട്ടറാണ്, അല്ലെങ്കിൽ ഓഷൻ വാട്ടറാണ്, സാൾട്ട് കണ്ടൻറ്റുള്ള വാട്ടറാണ്. ഓൺലി 3.5% മാത്രമേ നമുക്ക് പ്യുവർ വാട്ടർ ഉള്ളൂ. അതുകൊണ്ട് വാട്ടർ വളരെ പ്രഷ്യസ് ആണ്. നല്ല രീതിയിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുന്നു. ടുഡേ വി വിൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു സ്റ്റുഡൻസ്.